പിള്ളേരും വന്നിരിക്കുന്നു. അവർക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു കവിത അവതരിപ്പിക്കാം. നീളുന്നില്ല. അപ്പോൾ വേരോട്ടം എന്നാണ് കവിതയുടെ പേര്. ഇതിന്റെ അടുത്തൊക്കെ മരങ്ങൾ നിൽപ്പുണ്ടാവും. അതിന്റെയൊക്കെ വേര് ഇതിലേ പോകുന്നുണ്ടെന്ന് അറിയണമെങ്കിലും ആദ്യം നോക്കണമല്ലേ? ഈ വേരോട്ടം മരങ്ങൾക്ക് മാത്രമല്ല, ഭൂമിക്കടിയിൽ മാത്രമല്ല, വീടുകളിലും നടക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് ഡൽഹി നിവാസികളുടെയും ആവശ്യമാവും. വേരോട്ടം. തല്ലും കരച്ചിലും കുട്ടികൾ അന്യോന്യം കൊല്ലും കൊലയും നടത്തുന്നു. ഇത്തിരി നേരം അടുക്കള ജോലിക്ക് സ്വസ്ഥത നൽകില്ല നാശങ്ങൾ. പിള്ളേരെ പോലും ചില അമ്മമാര് ശരിയാണെന്ന് തോന്നുന്നുണ്ട് അല്ലേ? അപ്പോൾ തല്ലും കരച്ചിലും കുട്ടികൾ അന്യോന്യം കൊല്ലും കൊലയും നടത്തുന്നു. ഇത്തിരി നേരം അടുക്കള ജോലിക്ക് സ്വസ്ഥത നൽകില്ല നാശങ്ങൾ. ഓരോ വികൃതിയാൽ കൊച്ചനുജത്തിക്ക് സ്വൈരം കൊടുക്കാത്ത തൻ പുത്രൻ, കാര്യമേ വേണ്ടെന്നു ആയതിൻ മുന്നമേ കേറിക്കടിക്കുന്ന തൻ പുത്രി. എന്തിനാണ് അധികം രണ്ടെണ്ണേ ഉള്ളൂ. അപ്പോൾ ഒരാണും ഒരു പെണ്ണുമാണ്. പക്ഷേ അനുജത്തിക്ക് സ്വൈരം കൊടുക്കില്ല അവൻ. ഒരു കാര്യവും വേണ്ട, കേറിക്കടിക്കുന്ന തന്റെ മകളും. ഇങ്ങനെ ഇങ്ങനെ തൻ പുത്രി. കീരിയും പാമ്പുമാണെപ്പോഴും പോയി രണ്ട് കീറു കൊടുക്കാതെ പറ്റില്ല. അല്ലണ്ടേ? ഏതമ്മയ്ക്കാണെങ്കിലും ക്ഷമ കിട്ടുമോ? എന്നിട്ടോ അമ്മ വടിയും ഒടിച്ചു ചെന്നെത്തുമ്പോൾ തമ്മിൽ കടിപിടി വാക്കേറ്റം. ചെന്നപ്പോ രണ്ടും കൂടെ ഭയങ്കര ലഹളയാണ്. എന്നിട്ടോ ചെന്നപാടെ മകൾക്കേകി പുളിങ്കമ്പു തന്നെ സമ്മാനമമ്മച്ചി. ലേഡീസ് ഫസ്റ്റ് എന്നാണല്ലോ, അതുകൊണ്ട് പുളിങ്കമ്പിന്റെ സമ്മാനം ആദ്യം ആ മകൾക്ക് തന്നെ കൊടുത്തു. ചെന്നപാടെ മകൾക്കേകി പുളിങ്കമ്പു തന്നെ സമ്മാനമമ്മച്ചി. പുത്രന്റെ കയ്യിൽ പിടിച്ചു വലിച്ച് തൻ ഹസ്തം ഉയർത്തിനാൾ തല്ലിയിടാൻ. മകനെ പിടിച്ച് വലിച്ചിട്ട് അവൻ തല്ലാനായിട്ട് ഹസ്തം കൈ പൊക്കി അങ്ങനെ വടിയും പിടിച്ചു നിൽക്കുമ്പോൾ എത്രയും ഉഗ്രം കടുപ്പിച്ചു നോക്കി ആ പുത്രൻ പറയുന്നു കോപിഷ്ഠൻ. എത്രയും ഉഗ്രം കടുപ്പിച്ചു നോക്കി ആ പുത്രൻ പറയുന്നു കോപിഷ്ഠൻ. മമ്മിക്കും ഡാഡിക്കും മാത്രമേ ഈ വീട്ടിൽ തമ്മിൽ കടിപിടി പാടുള്ളൂ. നിങ്ങൾ വേരോടുന്നത് ശ്രദ്ധിച്ചുകൊള്ളണം. വേരോടിയിരിക്കുന്നു മക്കളിൽ. ഇത് ഡൽഹിയിലും ഓടും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾക്ക് വഴക്ക് കൂടണമെന്ന് തോന്നിയാലും മക്കൾ ഉറങ്ങിയിട്ട്. അതുകൊണ്ട് ഇതൊക്കെയാണ് വലിയ വലിയ കാര്യങ്ങൾ.